ഈ ചർമ്മം ഏത് മൃഗത്തിന്റേതാണെന്ന് ആരാണോ കൃത്യമായി ഊഹിച്ചു പറയുന്നത് അയാൾക്ക് ആ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നു. ഒന്നാമത്തെയാൾ ചർമ്മം വളരെ ശ്രദ്ധയോടെ പരിശോധിച്ച ശേഷം അത് എലിയുടെ ചർമ്മമാണെന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്നാൽ രാജാവ് തലകുലുക്കിക്കൊണ്ട് അത് തെറ്റായ ഉത്തരമാണെന്ന് അറിയിച്ചു. തുടർന്ന് രണ്ടാമത്തെയാൾ മുന്നോട്ട് വന്നു. അയാൾ ഒരു ഭൂതക്കണ്ണാടി പുറത്തെടുത്ത് ചർമ്മം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഏറെ നേരം നോക്കിനിന്ന ശേഷം ഒടുവിൽ അത് ഉറുമ്പിന്റെ ചർമ്മമാണെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ ഇത്തവണയും രാജാവ് ഇല്ല എന്ന് തന്നെ മറുപടി നൽകി. അയാളെയും വിവാഹം കഴിക്കേണ്ടി വരില്ലല്ലോ എന്നോർത്ത് രാജകുമാരിക്ക് വലിയ ആശ്വാസം തോന്നി. ആ സമയത്താണ് സുന്ദരനായ ഒരു യുവരാജാവ് മുന്നോട്ട് വന്നത്. രാജകുമാരിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തോട് പ്രണയം തോന്നി. അദ്ദേഹം എങ്ങനെയെങ്കിലും വിജയിക്കണമെന്ന് ആഗ്രഹിച്ച രാജകുമാരി ശരിയായ ഉത്തരം തന്റെ പിതാവിൽ നിന്ന് രഹസ്യമായി മനസ്സിലാക്കി യുവരാജാവിന് പറഞ്ഞുകൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ രാജാവ് വളരെ സത്യസന്ധനായൊരു മനുഷ്യനായിരുന്നതിനാൽ മകൾക്ക് യാതൊരു സൂചനയും നൽകാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. സങ്കടകരമെന്ന് പറയട്ടെ, യുവരാജാവും തെറ്റായ ഉത്തരമാണ് ഊഹിച്ചത്. ഇത് രാജകുമാരിയെ തീർത്തും ഹൃദയഭേദകമായ അവസ്ഥയിലാക്കി. പെട്ടെന്നാണ് കാട്ടാളന്റെ രൂപമുള്ള ഒരാൾ മുന്നോട്ട് വന്നത്. അയാളെ കണ്ടമാത്രയിൽ തന്നെ രാജകുമാരി ഭയന്നു വിറച്ചു. കാവൽക്കാർ ഉടൻ തന്നെ അയാളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും ഈ രാജ്യത്തിലെ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ടെന്ന് രാജാവ് വ്യക്തമാക്കി. ആ മനുഷ്യൻ ആ ചർമ്മം വെറുതെ ഒന്ന് മണത്തു നോക്കുക മാത്രം ചെയ്ത് നിമിഷനേരം കൊണ്ട് ശരിയായ ഉത്തരം പറഞ്ഞു. ഇതൊരു ചെള്ളിന്റെ ചർമ്മമാണ്. അയാളെ വിവാഹം കഴിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് പരിഭ്രാന്തയായ രാജകുമാരി തനിക്കിനി ജീവിക്കണ്ട എന്ന ഭാവത്തിൽ വേഗത്തിൽ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഓടിപ്പോയി.